ഇല്ല, ഇടത്തുനിന്നൊരു മുൻ MLA പഴയ സ്ഥലത്തേക്ക് ഇൻഡിക്കേറ്റ് ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് കോഴിക്കോട് കൊടുവള്ളി മുൻ MLAയും ഇടത് സഹയാത്രികനുമായ കാരാട്ട് റസാഖ് തിരികെ മുസ്ലിം ലീഗിലെത്തി. പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് കാരാട്ട് റസാഖ് അംഗത്വം സ്വീകരിച്ചു. ചേർത്ത് പിടിക്കുന്നതിൽ ഇടതുപക്ഷം പരാജയമെന്നാണ് കാരാട്ട് റസാഖിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായിരിക്കെ മുൻ ഇടത് MLA കാരാട്ട് റസാഖിനെ തിരികെ എത്തിച്ച് മുസ്ലിം ലീഗ്. ിൽ മുസ്ലിം ലീഗ് വിട്ട കാരാട്ട് റസാഖ് ഇടതു സ്വതന്ത്രനായി കൊടുവള്ളിയിൽ അട്ടിമറി വിജയമാണ് നേടിയത്. 2021 മത്സരിച്ചെങ്കിലും MK മുനീറിനോട് പരാജയപ്പെട്ടു. കഴിഞ്ഞ കുറച്ചു കാലമായി CPM-ഉമായി അകൽച്ചയിലായിരുന്നു റസാഖ്. ചേർത്ത് പിടിക്കുന്നതിൽ CPM വമ്പൻ പരാജയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. CPM-ന്റെ മുൻ മന്ത്രിമാർ MLA-മാരൊക്കെ കൂട് വിട്ടു വയ്യാണ്. പിന്നെ സഹയാത്രികരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. UDF ട്രെൻഡാണെന്ന് തെളിയിക്കുന്നതാണ് തിരിച്ചുവരവെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഇപ്പോൾ ട്രെൻഡ് UDF-ന് അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. കാരാട്ട് റസാഖ് വളരെ കാലം വലിയ റെക്കോർഡ് ലീഗിൻ്റെ കൂടെയുള്ള ഒരാളാണ്. ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. കാരാട്ട് റസാഖിനെ പരിഹസിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അയാൾ അവിടെ തന്നെ വന്നല്ലോ. അല്ല, ഞങ്ങൾ സഹയാത്രികയെല്ലാം ചെയ്ത് നിർത്തുന്ന എത്രയോ അനുഭവങ്ങളുണ്ടല്ലോ. കാരാട്ടിൻ്റെ മാത്രം അനുഭവമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും കാര്യം. അത്രയേ ഉള്ളൂ അതിനെ കാണുള്ളൂ. മദ്രസ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്നും കാരാട്ട് റസാഖ് അറിയിച്ചു. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.